ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഈദ് മുബാറക്. അപ്പോൾ ചെറിയ ബിരിയാണിൻ്റെ അന്നും തലേദിവസത്തെ കുറച്ച് ഫുട്ടേജ് ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഗൈസ്, നമ്മൾ താഴെ മന്തിമ എടുത്ത് വന്നേക്കോട്ടോ. ഹലോ, ഓയ്യോ സൂപ്പറാട്ടോ. വാ അങ്ങനെ ചെയ്യില്ല, അത് ഉണങ്ങണം കേട്ടോ. ഉണങ്ങുമ്പോഴേ അത് ബ്യൂട്ടിഫുൾ ആവുള്ളൂ. ഞങ്ങളുടെ ഐഷുമ്മൻ്റെ ആദ്യത്തെ പാൻറ്റ് പെണ്ണാണ് പൊന്ന. അവൾ ഉറങ്ങാം കേട്ടോ. നാട്ടിലിടൂ പിള്ളേരല്ലേ, തണുക്കുന്നുണ്ടല്ലേ. നമ്മളാണേലും നമുക്ക് ബുദ്ധിമുട്ട് വരൂലേ കാലിൽ പെട്ടെന്ന് ഇടുമ്പോൾ. ഓനിരുന്ന് വന്നു ഇടാൻ നേരത്ത്. സൂപ്പറായിട്ട് പൊന്ന. എൻ്റെ സ്റ്റാറാണോ അത്? സ്റ്റാറാട്ടത്. ഇനി എൻ്റെ കയ്യിലിടണ്ടേ? നീ ഇട്ടോ? ഓളിട്ടോ? ആ, ചിലപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടും ഇട്ട് കഴിയൂടായിരിക്കും. എന്താ പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം ഓടിട്ടോണ്ട് വരും. ഉറങ്ങിക്കിടന്ന തണുപ്പടിക്കുമ്പോഴത്തേക്ക് പ്രശ്നമാണ്. ഇങ്ങനെയെങ്കിലും ഇടാന്നുള്ളതാണ്. ഇതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഓൾറെഡി ഓള് എക്സ്പീരിയൻസ് ആയ അബൂക്കാണ് അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അബൂക്ക് നാളത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പെണ്ണുങ്ങൾ മൈലേജൊക്കെ ഇരിക്കുന്ന ആളെ പിന്നുണ്ട്. അബൂക്ക് കഥ പേര് രോമുണ്ടായിട്ട് മറന്നു പോന്നെ ചാക്കാനായിട്ട്. പ്രമാണിച്ച് ഞങ്ങൾ പുതിയൊരു ബായിനെ പണിക്ക് നിർത്തി. പെണ്ണുങ്ങളെല്ലാം തിരക്കും. ഗൈസ്, നമ്മളിനി സിനിമയ്ക്ക് പോവാം. ഇന്ന് മറ്റേ ആട് 2 റിലീസായില്ലേ, അപ്പോൾ നമ്മൾ ആട് 2 കാണാൻ പോവാം. അപ്പോൾ മൈലാഞ്ചി എനിക്ക് ഇത്ര ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കി ഇനി സമയമില്ല. ബാക്കി ഇനി നമ്മൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ദില്ലുകൂടെ കാണും. ബാക്കി നമുക്ക് ഇന്നിടാം, അല്ലെങ്കിൽ നാളെ നമുക്കിടാം. ഇപ്പോൾ സമയമില്ല, മറന്നുപോയി അവസ്ഥ. പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നാളായിട്ട് വഴിയിൽ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ, മേ ബി ഇന്നലെ എല്ലാവരും ഷോപ്പിംഗ് എല്ലാം ഇന്നലെ എല്ലാവരും കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇന്നിനി ഫുഡ് ഉണ്ടാക്കണം. നേരം ഉണ്ട് കേട്ടോ വഴി കൂടെ ഒക്കെ. എന്തുകൊണ്ട് സാധനങ്ങളുടെ തിരക്ക്. ഇപ്പോഴേ ബ്ലോക്കായോ? ശരി, തിരക്കില്ല എന്ന് പറഞ്ഞോളൂ, അപ്പോഴത്തേനും ബ്ലോക്കായി. ആ നാക്കൊന്ന് കാണിച്ചേ. ഈ ബിന്നി നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ തവണയും മറ്റേ വൈഫുമാർ ഹസ്ബൻഡുമാരെ ടീഷർട്ട് അടിച്ച് മാറ്റുന്ന ഇവിടെ ആദ്യമായി ഇന്ന് അബൂക്കടയും കിട്ടിയിട്ടുണ്ട്. അബൂക്കട ക്ലീൻ ചെയ്ത് ഇറച്ചി വെട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു പുതിയ ബംഗാളി ചോട്ടുബായിനെ ഞങ്ങൾ പെരുന്നാൾ പ്രമാണിച്ച് ഹയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് അബൂക്ക് എന്നിട്ട് അവിടെ വന്ന് മോപ്പിട്ട് അടിച്ചു വരുന്നു, ഇറച്ചി വെട്ടുന്നു, കൊച്ചിനെ നോക്കുന്നു. ഞങ്ങളെല്ലാം മൈലേജ് കിട്ടി, ഞങ്ങൾ ഗേൾസ് എല്ലാം തിരക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നിട്ട് അബൂക്ക് ഇതൊന്നും നീ വീഡിയോയിൽ ഇടല്, നാട്ടിൽ ആരിലൊക്കെ കാണൂലേ. നിറച്ച ആൾക്കാരുണ്ടെന്ന് തോന്നുന്നല്ലേ. ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളാണ്. നമ്മളങ്ങനെ ഇവിടെ എത്തി കേട്ടോ. സിനിമ അറിഞ്ഞൂടാ, നോക്കണം.
10 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റുണ്ട്. ഇല്ലെങ്കിൽ ഇത് ഏകദേശം ഫുൾ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ളാവുന്നത്. നമ്മൾ തിയേറ്ററിൽ വന്നു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്. എക്സൈറ്റഡ് ആണോ? വളരെയധികം. ഞാൻ തന്നെ തുടങ്ങാം. ഞാൻ അറക്കൽ. അങ്ങനെ മുസ്തു വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുസ്തുവിൻ്റെ വക ആണ് നമ്മുടെ പെരുന്നാൾ. മുസ്തു ഈദ് മുബാറക്. എങ്ക പാത്താലും നീ എന്തൊരവസ്ഥ ഇത്. എവിടുന്ന് വന്നു? എങ്ങനെ ഓഫ് കിട്ടി? നിനക്ക് ഓഫ് കൊടുക്കരുത് ഞാൻ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ പറഞ്ഞായിരുന്നു. അവൻ്റെ അവൻ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഫുഡ് കിട്ടി ഞാൻ വന്നു. അവൻ ഈദ് മുബാറക്ക് പറയാൻ പറഞ്ഞു. നമ്മളങ്ങനെ മുസ്തുവിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ഇന്നലെ താമസം വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് നമ്മുടെ ദിലുവിൻ്റെ സ്പെഷ്യൽ കപ്സ. ഇത് കുക്കറിൽ വെക്കുക? എന്നിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കും. സ്ലോ കുക്ക് ചെയ്തെടുക്കും. അടുപ്പ് ഗ്യാസ് തീരാൻ നേരത്ത് ചെറിയ തീയ വരുള്ളൂ. എത്ര ആയിട്ടും വിസിൽ വരുന്നില്ല. അവസാനം ഗ്യാസ് മേടിക്കണോ? ഇവിടെ ഗ്യാസിന് കൂടുതലുണ്ടോ വില? അതൊന്നുമില്ല. കൂടുതൽ വില കൂടിയോ ഇവിടെ ഗ്യാസിന്? എല്ലാവർക്കും മുസ്തുവിന്റെ ഹോം ടൂറിലേക്ക് സ്വാഗതം. ദുബായിലെ മുസ്തുവിന്റെ മറ്റേ ആഡംബര വീട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അങ്ങനെ ഒരെണ്ണം ചെയ്താലോ മുസ്തു? ഞങ്ങളുടെ പാലട പായസം അവന് കിട്ടിയില്ല. അവൻ നേരത്തെ വന്ന് ഇവിടെ ഇരിക്കാൻ തുടങ്ങി. രാവിലെ ഏകദേശം 6:30 ആയപ്പോൾ ഒരു വന്നിരിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിലായിട്ട് ഒന്നും കിട്ടിയില്ല. ഞങ്ങളിപ്പോൾ ഒന്നും ഞങ്ങൾക്ക് പായസം കിട്ടി. ചമ്മി അതുകൊണ്ട് ഉറങ്ങുന്നതായിട്ട് നടിച്ചു. പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ആരും വിളിച്ചില്ല. ഇല്ലേ 9 മണിക്ക് എന്നാലും ഇപ്പൊ കിട്ടിയില്ലേ ഞങ്ങൾ വന്നോണ്ട്. നമ്മുടെ കപ്സ് എങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിളമ്പാൻ പോവാട്ടോ. നമ്മളങ്ങനെ കഴിക്കാൻ പോവാട്ടോ. ബടി ബടി. അത് നീ അങ്ങനെ ആക്കിയെടുത്തല്ലേ ക്രാഫ്റ്റ്. അതിലേക്ക് നീ ചുറ്റിയിട്ടല്ലേ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. വാടാ വിളിക്കുന്നു. ഞാൻ ആരെ സൂം ചെയ്ത് ഞാൻ ഫുഡിന്റെ വീഡിയോ എടുക്കാം. കണ്ടോ? കപ്സ് കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം. ഇരിക്ക എല്ലാരും. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മൾ ഇന്നലെ ഇട്ട മൈലാഞ്ചിയുടെ ബാക്കി ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഇന്നലെ നമ്മൾ ഹാഫ് ചെയ്തിട്ട് സിനിമയ്ക്ക് പോയില്ലേ, അപ്പം അതിൻ്റെ ബാക്കി. ഗൈസ് നമ്മളങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി മുത്തിടാൻ പോവാം. സിമ്പിൾ ഡിസൈൻ. സിമ്പിൾ അല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സിമ്പിൾ ആയതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് ഹെവി. ഇതെന്താ ഡിസൈനാ?
ഫ്ലോറൽ അങ്ങനെ ഇത് ഭയങ്കര സിമ്പിൾ. പക്ഷെ ഈ സംഭവമില്ലേ, ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സ്റ്റാറും മറ്റേ അത് രണ്ടും നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ ഏകദേശം ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റേ നാരങ്ങയും പഞ്ചസാരയുടെ തേച്ചിട്ട് വലിഞ്ഞിട്ട് ചൊറിയുന്നില്ലേ, അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇതാവും. അതിൽ സ്റ്റാറും ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, ചന്ദ്രക്കോല സ്റ്റാർ. ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമ്മൾ പോകുന്നത് മന്തിമേടത്തേക്ക്? അവരിങ്ങോട്ട് വരുമോ? ഫുഡ് ഉണ്ടാക്കണ്ട അവിടെ? ഉണ്ടാക്കി വരില്ലല്ലോ. എപ്പോഴാ രാത്രി വരെ 12 മണി വരെ ഉണ്ടല്ലോ. മല്ലഞ്ചി ഇത് ആരത്? മൂന്നാണോ ഇത്? നോ 2 മൂന്നാണ്. നോ 2 എന്ത് 2 കയ്യില്? വാട്ടർ മെലനാണത്? വാട്ടർ മെലൻ അടി. ബലബല ഒന്നുമല്ല വാട്ടർ മെലൻ. എന്താ പൊന്ന? ബലബല അല്ല വാട്ടർ മെലൻ. പറഞ്ഞേ. പാപ്പറ്റില്ല. ഈ പുതിയ ഉപ്പാണ് പൊന്നൻ്റെ. ഇതാണ് പൊന്നൻ്റെ പുതിയ ഉടുപ്പ്. കാണിച്ചേ, ഫോട്ടോ എടുക്കട്ടെ, പോസ്റ്റ് ചെയ്തേ, ചിരിച്ചേ. കേട്ടോ ഇത്രയും പണിയെടുക്കാനായിട്ട് കൊണ്ടുവന്നു. അവനാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയത്. എന്താ പപ്പടം കഴിക്കുന്നേ? പപ്പടം മതിയോ പൊന്നനാ? ഇത് താഴെ ഒരാളെ നീന്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. തീരെ വിശപ്പില്ലാത്ത രണ്ട്. നമ്മളിനി മന്തിമയുടെ റൂമിലേക്ക് പോവാട്ടോ. കയറട്ടെ? പിടിച്ചോണേ. ചെറിയ മഴയുടെ കോളുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം ഇപ്പോഴത്തേക്ക് മഴ എന്നൊന്നും അറിയത്തില്ല. ഇനി നമ്മൾ മന്തിമ എടുത്ത് പോയിട്ടിനി അവിടെ പോയി നമുക്ക് ബിരിയാണി വെക്കണം. ഈ കോഴിയാണ് നമുക്കറിയാൻ പോകുന്ന കോഴി. അല്ല, വീഡിയോ ഇടുവോന്ന് പേടിച്ച് നടക്കണം. അത് പാർക്കിംഗ് സ്റ്റേഷന്. അതെ, ഒറ്റ അവ വന്നു കഴിയുമ്പോ അയ്യോ, പറഞ്ഞില്ല